സമഗ്രയിൽ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി എങ്ങനെ ഫോർവേഡ് ചെയ്യാം എന്ന് നോക്കാം. സമഗ്ര ഓപ്പൺ ചെയ്യുന്നതിന് മുൻപേ തന്നെ 4ാം ക്ലാസ്സിലെ ഗണിതം ടീച്ചർ ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രവർത്തനത്തിൻ്റെ വിശദവിവരങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനം പെട്ടെന്ന് കാണിക്കുന്നതിനുള്ള സൗകര്യത്തിനു വേണ്ടി കോപ്പി പേസ്റ്റ് ചെയ്ത് വിവരങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനാണ് ഇത് ചെയ്തിട്ടുള്ളത്. സമഗ്ര സൈറ്റിൽ കയറുന്നതിനായി ബ്രൗസർ തുറന്ന് സമഗ്ര എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം കാണുന്ന സമഗ്ര പ്ലസിൽ ക്ലിക്ക് ചെയ്യുന്നു. സമഗ്രയുടെ സൈറ്റ് തുറന്നു വരുന്നത് കാണാം. അതിന് മുകൾ ഭാഗത്തായി വലതു ഭാഗത്ത് ലോഗിൻ എന്ന് കാണാം. ഈ ലോഗിനിലൂടെയാണ് നമ്മൾ സൈറ്റിലേക്ക് കയറുന്നത്. എന്നാൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യാത്തവർക്കായി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സൈനപ്പ് എന്ന ഓപ്ഷനും കാണാം. അതിൽ വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്ത് മേലധികാരി അംഗീകരിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ക്രിയേറ്റ് ആവും. ഇപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത് എങ്ങനെ ഒരു ടീച്ചിങ് മാനുവൽ സബ്മിറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ലോഗിൻ ചെയ്യുന്നതിനുള്ള ബോക്സ് വരുന്നത് കാണാം. അതിൽ ആദ്യം നമ്മുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യണം. ശേഷം പാസ്വേഡ് നൽകുന്നു. അതിന് താഴെ ഇടതുവശത്തുള്ള ക്യാപ്ച അതുപോലെ വലതുവശത്തെ കോളത്തിലേക്ക് ടൈപ്പ് ചെയ്യുന്നു. ഇനി ലോഗിൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ലോഗിൻ ആവും. അതിൽ ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്ന ഓപ്ഷൻ വഴി ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്ന ടാബിലേക്ക് കടക്കുന്നു. അതിൻ്റെ വലതു ഭാഗത്ത് മുകളിലായി മീഡിയം സെലക്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ കാണാം. അതിൽ നമുക്കാവശ്യമുള്ള മീഡിയം സെലക്ട് ചെയ്ത് അതിന് താഴെയുള്ള ക്ലാസും സെലക്ട് ചെയ്യുന്നു. ശേഷം വിഷയം സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന പാഠവും സെലക്ട് ചെയ്യാനുള്ള കോളം അതിന് താഴെ കാണാം. അവയെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടതുവശത്ത് പ്ലാൻ ടൈപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് പ്ലാൻ യൂസിങ് എല്ലോസ് എന്നുള്ളത് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലോസ് ലിസ്റ്റ് ചെയ്യപ്പെടും. അതിൽ നമ്മൾ എടുക്കാൻ പോകുന്ന എല്ലോകൾ ക്ലിക്ക് ചെയ്യുന്നു. അതിന് താഴെയുള്ള ഡിവിഷനിൽ സെലക്ട് ഡിവിഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ ക്ലാസ്സും ഡിവിഷനും തെളിയും. അത് തെളിയുന്നില്ലെങ്കിൽ ഹെഡ് മാസ്റ്ററോട് ക്ലാസ്സും ഡിവിഷനും മാപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുക. തൊട്ടടുത്ത് തന്നെ ക്ലാസ് എടുക്കുന്ന തീയതി നൽകുന്നതിനുള്ള കോളവും കാണാം. അവിടെ നമ്മൾ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന തീയതി നൽകുക. പിന്നീട് ഈ ലേണിംഗ് ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ട എത്രാമത്തെ പ്രവർത്തനമാണ് ഇവിടെ കൊടുക്കുന്നത് എന്നാണ് ഇവിടെ നൽകേണ്ടത്. ഈ ലേണിംഗ് ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ട 1ാമത്തെ പ്രവർത്തനമാണെങ്കിൽ അവിടെ 1, അതല്ല 2ാമത്തെ പ്രവർത്തനമാണെങ്കിൽ 2 എന്ന് കൊടുക്കുന്നു. ശേഷം മൈക്രോ പ്ലാൻ നെയിം കൊടുക്കാനുള്ള കോളത്തിൽ ഞാൻ ഇവിടെ ചെയ്തു വച്ചിട്ടുള്ള ടീച്ചിങ് മാനുവലിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൊബൈലിലാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് വോയിസ് ടൈപ്പ് ഉപയോഗിച്ച് ഈ കോളത്തിൽ വിവരങ്ങൾ നൽകാൻ കഴിയും. ടൈപ്പ് ചെയ്യാൻ കഴിയുന്നവർക്ക് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. മലയാളം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ വലതുഭാഗത്ത് തന്നെ 2 ഫോണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. മലയാളം ടൈപ്പ് ചെയ്യുന്നവർക്ക് ആ ഫോണ്ടുകൾ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. അടുത്തത് ആക്ടിവിറ്റി സ്റ്റെപ്പുകളാണ് നൽകേണ്ടത്. ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യാനും വീഡിയോ ഇൻസേർട്ട് ചെയ്യാനും ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നതിനും അലൈൻ ചെയ്യുന്നതിനൊക്കെയുള്ള ഓപ്ഷൻസ് കാണാം. ഇവിടെ ഇപ്പോൾ ഞാൻ തൊട്ടു മുൻപ് ചെയ്തതുപോലെ ചെയ്തു വച്ചിട്ടുള്ള ടീച്ചിങ് മാനുവലിൽ നിന്നും പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു.
കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതുപോലൊരു വാർണിംഗ് ബോക്സ് പ്രത്യക്ഷപ്പെടാം. നമ്മൾ കോപ്പി ചെയ്ത അതേ ഫോർമാറ്റിൽ ഇവിടെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ കീപ്പും അതല്ല എങ്കിൽ ക്ലീനും നൽകി മുന്നോട്ട് പോവുക. തൊട്ട് താഴെ റിസോഴ്സ് എന്ന ടാബ് കാണാം. ആ റിസോഴ്സ് എന്ന കോളം ഇപ്പോൾ ഇവിടെ ഇനാക്റ്റീവായിട്ട് കാണാം. അതിന് കാരണം ആഡ് റിസോഴ്സ് ഫ്രം റൈറ്റ് പാനൽ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് പാനലിൽ ഇതുവരെ റിസോഴ്സ് ഒന്നും ആഡ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഇത് ഇനാക്റ്റീവായി കാണിക്കുന്നത്. അതിൽ റിസോഴ്സുകൾ ആഡ് ചെയ്യപ്പെടുന്ന മുറയ്ക്ക് ഇത് ആക്റ്റീവ് ആവും. അടുത്തതായി അതർ റിസോഴ്സസ് എന്ന കോളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാമഗ്രികൾ സെലക്ട് ചെയ്ത് ടിക്ക് നൽകുക. അതിനുശേഷം ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിംഗ് വാല്യൂസ് എന്ന കോളത്തിൽ ആശയങ്ങളും ധാരണകളും ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഞാനിവിടെ തൽക്കാലം കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലെറ്റർ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ടൈപ്പിങ്ങുമായി ബന്ധപ്പെട്ട ധാരാളം ഓപ്ഷൻസ് അവിടെ വിസിബിൾ ആകും. അതിൽ ബോൾഡ് ആക്കാനും അലൈൻമെൻറ്റ് ചെയ്യാനും അണ്ടർലൈൻ ചെയ്യാനും ഇറ്റാലിക്സ് ആക്കാനും അങ്ങനെ ഒട്ടേറെ ഓപ്ഷൻസ് അതിലുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ആവശ്യാനുസരണം ഡിസൈൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ പ്രവർത്തനത്തെ വിലയിരുത്തുന്നതിനാവശ്യമായ വിലയിരുത്തൽ മാനദണ്ഡങ്ങളാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. റഫറൻസ് കോളത്തിൽ ഈ എൽഒയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഉണ്ടെങ്കിൽ അവയുടെ URL കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് എന്ന കോളത്തിൽ ഹോംവർക്കുകൾ എന്തെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അവ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കോളങ്ങളിലൊക്കെ തന്നെ ആ പ്ലസ് ചിഹ്നം ഉപയോഗിച്ച് വീഡിയോസും ഇമേജസും ടേബിൾസും ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എഴുതി വെച്ച ടീച്ചിങ് മാനുവലിൻ്റെ ഫോട്ടോ എടുത്ത് ആ ഇമേജും വേണമെങ്കിൽ ഈ പ്ലസ് ചിഹ്നം ഉപയോഗിച്ച് നമുക്ക് ഈ കോളങ്ങളിൽ ഇൻസേർട്ട് ചെയ്യാം. ഇനി സേവ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ മാനുവൽ സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ സേവ് ചെയ്തതായി കാണാം. ഇനി ഈ ടീച്ചിങ് മാനുവൽ മറ്റൊരു ഡിവിഷന് കൂടി ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഈ ടീച്ചിങ് മാനുവൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ശേഷം അപ്ഡേറ്റ് ചെയ്താൽ വീണ്ടും സേവ് ആകുന്നതാണ്. ഇനി തൊട്ടടുത്തുള്ള സബ്മിറ്റ് ഫോർ അപ്രൂവൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ടീച്ചിങ് മാനുവൽ നമുക്ക് ഹെഡ് മാസ്റ്റർക്ക് ഫോർവേഡ് ചെയ്യാം. ഇനി ഹെഡ് മാസ്റ്റർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ പോയി മൈ ടീച്ചിങ് മാനുവൽ എടുത്തു കഴിഞ്ഞ് ക്ലാസും വിഷയവും പാഠവും ഒക്കെ നൽകി കഴിഞ്ഞാൽ ആ ടീച്ചിങ് മാനുവൽ അപ്രൂവ്ഡ് TM എന്നുള്ള സ്ഥലത്ത് കാണാവുന്നതാണ്. അതുപോലെ ഇനി അവൈറ്റിംഗ് ഫോർ അപ്രൂവൽ എന്നുള്ള സ്ഥലത്ത് HM അപ്രൂവ് ചെയ്യാത്ത ടീച്ചിങ് മാനുവലിൻ്റെ എണ്ണവും കാണാം. റെസ്പോൺസ് നൽകുന്നതിനായി അപ്രൂവ്ഡ് TMൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അപ്രൂവ് ചെയ്ത TMകളുടെ ലിസ്റ്റ് കാണാം. അതിൽ ആവശ്യമുള്ള TM ക്ലിക്ക് ചെയ്ത ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോൺസ് നൽകുന്നതിനുള്ള കോളം കാണാം. അതിൽ ആവശ്യമായ റെസ്പോൺസുകൾ നൽകി തൊട്ട് താഴെയുള്ള നീല നിറത്തിലുള്ള സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് വീണ്ടും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ നോട്ട് എഴുതാനുള്ള കോളവും ക്ലാസിൻ്റെ ഒപ്പീനിയൻ എഴുതാനുള്ള കോളവുമൊക്കെ കാണാം. അവ എല്ലാം നൽകിയ ശേഷം സേവ് ചെയ്യുന്നതോടുകൂടി സമഗ്രയിൽ ടീച്ചിങ് മാനുവൽ സബ്മിറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ സ്റ്റെപ്സുകളും പൂർത്തിയാകുന്നു.